നരീനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ കണ്ടിട്ടില്ലേ, പക്ഷെ ഒരു നരിമടയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ നരിമട എവിടെയാണെന്നറിയോ? തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള കല്ലഴിക്കുന്ന് എന്നുള്ള സ്ഥലത്തെ കലശമല എന്ന് പറഞ്ഞ ഒരു മലയുണ്ട്. അതിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 1000ഓളം വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന ഈ നരിമട ഒരുപാട് സിനിമകളിലൊക്കെ, മലയാള സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. എത്ര തൃശ്ശൂർക്കാർ ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇത് മൊത്തം ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തൂവാനത്തുമ്പികൾ എന്നുള്ള മൂവിത്തെ ഈ ഒരു സീനാണ്. അതുപോലെ തന്നെ കുടമാറ്റം, ഒട്ടേറെ മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ പേർക്കും ഈ സ്ഥലം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്കൊക്കെ രാവിലെ മുതൽ വൈകിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊന്ന് കാണിച്ചുതരാം. അപ്പോൾ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഈ നരിമടയുടെ ഏറ്റവും നല്ല ഭംഗിയുള്ള വ്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ്. മുകളിൽ നിന്ന്, ചെങ്കലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ട്. ഒരു സൂര്യപ്രകാശത്തിൽ അതിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടതാണ്. നരിമടയുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കുക കേട്ടോ. ഇന്ന് പരിപാടി ഉള്ളതാണ്. വല്ല നരിയും പിടിക്കുമെന്ന് അറിയില്ല. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയോക്കട്ടെ. ഇത്രേ പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇഴങ്ങി പോകണം. പറ്റിയ അവസ്ഥയിലല്ല. നമ്മൾ നേരത്തെ അവിടുന്ന് വലിയൊരു ഗുഹ കാണിച്ചെന്നില്ലേ, അതിൻ്റെ എൻഡിങ് വരുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ സ്പേസുകളുണ്ട്. പല ചെറിയ ചെറിയ വഴികൾ പല സ്ഥലത്തേക്കായിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് ഇങ്ങനെ താഴെ കൂന്ന് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും ക്യാമറ എടുക്കുന്ന ആളോട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അവസ്ഥ, ഇതിവിടെ ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോകാനേ കഴിയുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ജസ്റ്റിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ മറ്റേ നമ്മളെ വവ്വാലില്ലേ, കുഞ്ഞി നരിച്ചീലുകൾ എന്ന് പറയണേ, അതൊക്കെ പാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു ഭയമുണ്ട്. അവിടെയൊക്കെ നല്ല ഇരുട്ടാണ്. അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വഴികളുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ വിഷ്വലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ നരിമടയുടെ അപ്പുറത്തു നിന്നുള്ളത് നോക്കുമ്പോഴുള്ള കാഴ്ചയല്ലേ. അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ ഒരു ഒഴിഞ്ഞ ഒരു ഉള്ളിലേക്ക് ഒരു സ്പേസ് കണ്ടില്ലേ, അതിൻ്റെ എൻഡിങ് ഇത് എവിടുന്ന് കാണുന്നത് അതാണ്. അതിൻ്റെ എൻഡിങ് വരുന്നത് ഈ ഭാഗത്താണ്. ഇതിലൂടെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പേസ് ഉണ്ട്. അവിടെ അപ്പോൾ മണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോ അറകളായിട്ട് ഓരോ റൂമുകളൊക്കെ പോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു അനുഭവമാണ്. കാരണം എന്താ പറയുക, പുറമേയൊക്കെ നല്ല ചൂടാണ്. പുറമേ ഒരു മുട്ടക്കുന്ന് പോലെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്കട് കയറിയാൽ AC നിൽക്കണ പോലെയാണ്. സത്യത്തിൽ ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഇതെന്തായാലും തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, കേരളത്തിന്റെ എവിടെയെങ്കിലും ആൾക്കാരുള്ളവരൊക്കെ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ നരിമട എന്ന് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്ഥിരം പറയുന്ന കാര്യം പറയട്ടെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് മാത്രമല്ല, ഷെയറും ചെയ്യണം, ഉറപ്പല്ലേ? ഓക്കെ.